ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ശില്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ 80ാം പിറന്നാളാണ്. അപ്പോൾ അച്ഛനില്ല എന്നുള്ളൊരു വളരെയധികം വലിയൊരു ദുഃഖമുണ്ട്. 2 വർഷത്തിന് മേലെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട്. ഇങ്ങനത്തെയൊക്കെ പ്രോഗ്രാംസിനൊക്കെ പോവുകയാണെങ്കിൽ അച്ഛൻ മുൻപന്തിയിലാണ്. 1 മണിക്കൂർ മുമ്പേ അച്ഛൻ റെഡിയായി നിൽക്കും. ഞങ്ങളൊക്കെ അതും കഴിഞ്ഞിട്ട് റെഡി ആവാറുള്ളൂ. അപ്പോൾ അച്ഛനെ ശരിക്കും മിസ് ചെയ്യുന്നു, എപ്പോഴും മിസ് ചെയ്യുന്നു കേട്ടോ. അച്ഛാ, ഐ മിസ് യു. അപ്പോൾ ഇത് ഒരു സാരിയാണ് അമ്മായിക്ക് ഗിഫ്റ്റ് വാങ്ങിയത്. ഞാൻ ഒരു ഗോൾഡൻ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ സാരിയാണ് കേട്ടോ, സിൽക്ക് ടൈപ്പ് ബനാറസി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മായി ഇങ്ങനത്തേക്കാണ് ഉടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തി. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആരും അധികം ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് മാത്രമേ എത്തിയിട്ടുണ്ടായുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ വരുന്നുണ്ടായുള്ളൂ. ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിരുന്നു. നല്ല ഹാപ്പി ബർത്ത്ഡേന്നും ബലൂൺസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെറ്റ് സാരിയും ഗ്രീൻ ബ്ലൗസ് ഇട്ടിരിക്കുന്നതാണ് അമ്മായി, ചന്ദനകുത്തോട്ട് സുന്ദരിയായിട്ടിരിക്കുന്നത്. പിന്നെ ഇത് അമ്മയുടെ മോളാണ്. പിന്നെ ഇതെൻ്റെ ബ്രദറാട്ടോ, ബ്ലൂ ഷർട്ട്. ഇതെൻ്റെ മോൻ അത്തൂട്ടൻ. അവൻ ഫോണും ക്യാമറ കണ്ട ഇങ്ങനെ കൊകിരി കാണിച്ചുകൊണ്ടിരിക്കും. അത് കാരണം ഞാൻ ഫോട്ടോ എടുക്കില്ല എന്ന് പറയും. അപ്പം പിന്നെ കരയും. പിന്നെ അങ്ങനെ അവിടുത്തെ കുറച്ച് വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു. ഹലോ, അമ്മായിയുടെ 80ാം പിറന്നാളാണ്. ഇന്നത്തെ പരിപാടി ഇതാണ്. അതൊക്കെയാണോ ആക്ച്വലി ഇങ്ങനെ നിർത്താണ്ട് നോൺ സ്റ്റോപ്പായിട്ട് പറയാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അറിയാവുന്ന പോലെ ജസ്റ്റ് വ്ലോഗ് ചെയ്യുന്നു മാത്രം. ഇത് അവിടെ അസംബിൾ ചെയ്തു. പിന്നെ എൻ്റെ മക്കൾ അവിടെ ഇരുന്ന് കളിപ്പാട്ടൊക്കെ എടുത്ത് കളി തുടങ്ങി. പിന്നെ അതിന് ചണ്ടിയായി. അങ്ങനെ രസമായിരുന്നു എന്തായാലും. പിന്നെ കുറേ നൈബേഴ്സും അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങിയിട്ടാണ്. പിന്നെ ഞാനിതൊരു ഷോർട്ടിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്തു എന്ന് മാത്രം. ആക്ച്വലി ഇങ്ങനെയൊക്കെ എല്ലാ പരിപാടിക്കും പോയി ഞാൻ വീഡിയോസ് എടുത്തു വയ്ക്കും, ഇടലുണ്ടാവില്ല. അതാണ് എനിക്കൊരു മടിയാണ് എനിക്ക് ഇത് ചെയ്തിടാനായിട്ട്. ഇത് ഈ ഇരിക്കുന്നവരാണ് എൻ്റെ അമ്മ, ബ്ലൂ സാരി. അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് അച്ഛൻ്റെ, അതായത് അമ്മായിയുടെ ഏറ്റവും ഇളയ അനിയൻ്റെ വൈഫ്, ഏറ്റവും ഇളയ അനിയൻ, അമ്മായി. എൻ്റെ അച്ഛൻ ഇല്ല, അച്ഛൻ അതിൽ നന്നായിട്ട് മിസ് ചെയ്യുന്നു. ഇത് അമ്മായി ഇരിക്കുന്നുണ്ട്. അമ്മായി സെറ്റൊക്കെ ആയി റെഡി ഇരിക്കുന്നുണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും നിരന്ന് വീണ്ടും അവിടെ അസംബിൾ ചെയ്തു. അമ്മ, അമ്മായി, കൊച്ചച്ഛൻ്റെ വൈഫ് ചിറ്റ. അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. 80ാമത്തെ പിറന്നാളാണ്. അപ്പോൾ എല്ലാവരും വന്നതിലും ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്ടൊക്കെ ഇട്ടുണ്ട്. ഒന്ന് പാടണ്ട. ഞാൻ കൊടുക്കട്ടെ? വീഡിയോ എടുത്ത് തരുമോ? ഓണല്ലേട്ടാ, നോക്കട്ടെ. ഓണം അപ്പൊ കൊടുക്കണ്ടേടാ. ഇവിടെ നിന്ന് എടുക്കാം. എല്ലാവരും കിട്ടുന്നു. അക്കോനെ കൊടുക്ക്.
കിഴി കാത് കൊറുകാത കുയിൽ നെഞ്ചു കൊറുവഞ്ചി കൊടി നീതാനമ്മ തത്തിത്തവളും ചിമിഴേ പൊങ്കിപ്പെരുകും സംഘത്തമിഴേ മുത്തം തരനിത്തം വരും നക്ഷത്തിരം யாரோடு எங்கு எனக்கென்ன பேச்சு நீதானே கண்ணே நான் வாங்கும் மூச்சு வாழ்ந்தாக வேண்டும் வாவா கண்ணே ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போனா ഇനി സ്വല്പം ഡാൻസ് ആവാം. ഡാൻസ് അവതരിപ്പിക്കുന്നത് ഞങ്ങൾ കൊച്ചുമക്കളെല്ലാവരും കൂടിയാണ്. അപ്പോൾ ഓരോരു പ്രശ്നമുണ്ട്, പാട്ടിനൊക്കെ കോപ്പി റൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മിക്സ് ചെയ്തിട്ടായിരിക്കും സോങ് ഇടുക കേട്ടോ. സോ അതിനെ ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Illuminati. കുറച്ച് പോയില്ല. അങ്ങനെ നമ്മുടെ ഡാൻസ് മനോഹരമായി അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് സദ്യ വട്ടങ്ങളിലേക്ക് കടക്കാം. സാധാരണ നമ്മുടെ തനി നാടൻ സദ്യ തന്നെയാണ്. പപ്പടം, പായസം, പഴം, ഉപ്പേരി എല്ലാം കൂടി കൂട്ടി. അപ്പോൾ ഓണത്തിൻ്റെ വൈബ് ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു രണ്ടാമത്തെ പന്തിയിലേക്ക് ഇരുന്നത്. അപ്പോൾ മോന് സദ്യ കൊടുത്തു, കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ചുമ്മായിരുന്നു. അടുത്തത് പിന്നെ അമ്മയുടെയും മക്കളുടെയും സ്നേഹപ്രകടനമാണ്. അപ്പോൾ അത്തോട്ടിന് പരാതി, അവൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കണില്ലെന്ന്. എങ്ങനെ എടുക്കാനാ? ഫോട്ടോയോ വീഡിയോ എടുക്കാൻ നിന്നാൽ അവൻ കോപ്രായവും കോഷ്ടിയും കാണിക്കും. പിന്നെ എനിക്ക് എടുക്കാൻ തോന്നില്ല, ഞാൻ ചീത്ത അറിയും. അപ്പോൾ അവൻ വലിയ വായി കരിയും. കരഞ്ഞാൽ പിന്നെ വായ അടിക്കില്ല കേട്ടോ ഒരു പ്രശ്നം. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ദേവുവിൻ്റെയും കൂട്ടുകാരികളുടെയും ഡാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങളുടെ ഡാൻസാണ് കേട്ടോ. ഞങ്ങളുടെ ചെക്കൻ വീട്ടുകാരുടെ ഡാൻസാണോ പെണ്ണ് വീട്ടുകാരുടെ ഡാൻസാണോ എന്നറിയില്ല, എന്തായാലും ഡാൻസ് അത്ര തന്നെ. അപ്പോൾ കുറേ അതിൽ രണ്ടെടുക്കിങ്ങനെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ബാക്കിയുള്ളവരുടെ കല്യാണം കഴിഞ്ഞ് പിള്ളേരായവരാണ്. അപ്പോൾ ഞങ്ങളുടെ വൈബ് തള്ളന്മാരുടെ ഡാൻസാണ്. എനിക്ക് ഡാൻസ് കളിക്കാനേ അറിയില്ല. ഇനി വയ്യത് കൂടുതലായിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഡാൻസ് ഞങ്ങൾ വഴങ്ങണില്ല പഴയ പോലെ. എന്തായാലും എങ്ങനെയൊക്കെയോ കളിച്ച് കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഈ 80 അമ്മായിയുടെ ഈ 80ാം
പെരുന്നാൾ ആഘോഷങ്ങൾ. അപ്പോൾ ഇതിവിടെ വ്ളോഗ് തീരുകയാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഭാവിയിൽ എനിക്കും വേണ്ട പുത്തൻ കിട്ടട്ടെ, ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് എന്നെങ്കിലും വരാം എന്ന് പറയുന്നില്ല, ഞാൻ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ചെയ്യുമെന്ന് വിചാരിക്കുന്നു, വീണ്ടും വീണ്ടും വിചാരിക്കുന്നു എന്ന് എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു. എനിവേ ബൈ, താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.